ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായക ദിവസമാണ്. ജാമ്യാപേക്ഷ ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്ന ദിവസമാണ്. കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുമ്പോൾ ഒരുപക്ഷെ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. ഇന്ന് പക്ഷേ സുപ്രധാനമായ ചില വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് കെജ്രിവാൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിതയ്ക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയത്. കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ വിമർശനം തുടരുന്നു. അമേരിക്കയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വിമർശനവുമായി രംഗത്ത് വന്നത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ, ശരിക്കും ഈ അരവിന്ദ് കെജ്രിവാൾ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്ന് വേണോ പറയാൻ? കാരണം കോടതിയിൽ നിന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും എസ് കെ. നമുക്ക് ഈ ജയിലുകളിൽ നിന്ന് ആരംഭിച്ച പോരാട്ടമാണ് ഒരുപക്ഷെ ഈ സ്വാതന്ത്ര്യം അടക്കമുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തിൻ്റെ അവകാശങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ജയിലുകളിൽ നിന്ന് നടത്തുന്ന പോരാട്ടങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട്. അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് താൻ അതിന് സമാനമായിട്ടുള്ള ഒരു പോരാട്ടം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ED കസ്റ്റഡിയിലാണ്. ഒരുപക്ഷെ ഇന്ന് കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് ഹാജരാക്കിയാൽ അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ, അതായത് ജയിലിലേക്ക് അയക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് തൻ്റെ പോരാട്ടം ശക്തമാക്കും എന്ന വിധത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ഭാര്യയ്ക്ക് അയച്ച കത്തിലൂടെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കെജ്രിവാളിന് ഇന്ന് കസ്റ്റഡി കാലാവധി കഴിയുകയാണ്. EDക്ക് വേണമെങ്കിൽ ഒരു തവണ കൂടി കസ്റ്റഡി ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെത് ആവശ്യപ്പെടാം. അത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തതയില്ല. അഥവാ കസ്റ്റഡി ആവശ്യപ്പെടുന്നില്ല എങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ഇതിനകം തന്നെ ഈ കേസുമായിട്ടുള്ള അന്വേഷണ നടപടികളിൽ നിന്ന് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ED അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കാലാവധി ഇനി കൂട്ടിമേടിക്കുമോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. അഥവാ അദ്ദേഹത്തെ ഇന്ന് കസ്റ്റഡിക്ക് ശേഷം അവിടെ ഹാജരാക്കുകയാണെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനായിരിക്കും അപേക്ഷ നൽകുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾക്കായിരിക്കും ഇന്ന് റോസ് അവന്യൂ കോടതി സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നലെ ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാൾ ഈ കേസിൽ തൻ്റെ അറസ്റ്റും തുടർന്നുള്ള റിമാൻഡും കസ്റ്റഡിയും ഒക്കെ നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജി പക്ഷേ അടിയന്തരമായിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ട് ഡൽഹി ഹൈക്കോടതി തയ്യാറായില്ല. കാരണം ഇതിലൊരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നം അദ്ദേഹത്തിന് പറ്റിയത് ഈ ഹർജിയിലെ ആവശ്യങ്ങൾ അതേപടി അപേക്ഷയിലും ഉൾപ്പെടുത്തി. അതുകൊണ്ട് രണ്ടും ഒരേ ആവശ്യമായതുകൊണ്ട് തന്നെ ഹർജി ആദ്യം പരിഗണിച്ചതിന് ശേഷം മാത്രം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ മറുപടി പറയാം എന്നാണ് കോടതി പറഞ്ഞത്. തീരുമാനമെടുക്കാമെന്നാണ് കോടതി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ EDക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. 3-ാം തീയതി ആ കേസ് വീണ്ടും പരിഗണിക്കും. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഇനി ജാമ്യാപേക്ഷ അടക്കമുള്ളത് സമർപ്പിക്കേണ്ടതുണ്ട്. അത് ഇന്ന് ഉണ്ടാകുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തതയാകേണ്ടതാണ്. ഏതായാലും താനിന്ന് വിസ്ഫോടനജനകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. മദ്യനയ അഴിമതിയുടെ യഥാർത്ഥ ഗുണഭോക്താവ് ആരാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരം പുറത്തുവിടും എന്നതാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് വിവരങ്ങളാണ് ഇന്ന് പുറത്തു വരുന്നത് എന്ന ഉദ്യോഗത്തിലാണ് രാഷ്ട്രീയ സമൂഹം ആകെയുള്ളത്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. എന്തായാലും നിർണായക ദിവസമാണെന്ന് അരവിന്ദ് കെജ്രിവാളിന്